ഹലോ, ഗുഡ് ഈവനിങ്. ദിസ് ഈസ് നെബു. ഇന്നത്തെ ഡേറ്റ് 2 ഫെബ്രുവരി 2026. ഇന്നലത്തെ ബഡ്ജറ്റ് ക്രാഷിന് ശേഷം ഇന്ന് മാർക്കറ്റ് നല്ലൊരു റീബൗണ്ട് നടന്നിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാർട്ടും അതേപോലെ ഇന്നത്തെ മേജർ ന്യൂസും ഒന്ന് പരിശോധിക്കാം. ഇത് നിഫ്റ്റിയുടെ 5 മിനിറ്റ്സ് ചാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ 1-ാം തീയതി മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നിടം വരെയും മാർക്കറ്റ് പ്രതീക്ഷിച്ചു നല്ലൊരു ബഡ്ജറ്റ് ആയിരിക്കും. അക്കോർഡിംഗ് ടു മാർക്കറ്റ് എക്സ്പെക്റ്റേഷനിൽ ബഡ്ജറ്റ് വരാഞ്ഞപ്പം മാർക്കറ്റ് കണ്ടമാനം ഒന്ന് ഇടിഞ്ഞു കേട്ടോ. ഇവിടം വരെയും, അതായത് ഇന്നലത്തെ ലോ എന്ന് പറയുന്ന 24569 വരെയും മാർക്കറ്റ് ഇടിഞ്ഞു. അത് കഴിഞ്ഞിട്ട് റിക്കവറി നടത്തി ടുവേഴ്സ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്രീൻ ക്യാൻഡിലിൽ മാർക്കറ്റ് ക്ലോസ് ആയി. ഓക്കെ, നമുക്കതിനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇന്നലത്തെ ക്ലോസിങ്, ഇന്ന് ഓപ്പണിംഗ് ഇതാണ്. അപ്പോൾ ഇന്ന് ഓപ്പണിങ്ങിൽ മാർക്കറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിനെക്കാട്ടിലും മേളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഫോള് നടന്നു. ഓക്കെ, അവിടുന്ന് പിന്നെ മാർക്കറ്റ് ഒരു റിക്കവറി നടത്തി. ഓൾമോസ്റ്റ് 1.06% മാർക്കറ്റ് അപ്പായിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ലാസ്റ്റ് 10 ഇയേഴ്സിൻ്റെ ഒരു ചാർട്ടാണ്. ഈ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഡേ ഓഫ് ദ ബഡ്ജറ്റ് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്തു എന്ന്. റെഡ് ക്യാൻഡിലാണെങ്കിൽ മാർക്കറ്റ് വാസ് നോട്ട് ഹാപ്പി, മാർക്കറ്റ് അപ്സെറ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് റെഡ് ക്യാൻഡിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലത്തെ എക്സാമ്പിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ ഓൾമോസ്റ്റ് 2% മാർക്കറ്റ് ഫോൾ ആയത്. വലിയൊരു റെഡ് ക്യാൻഡിൽ വന്നിരുന്നു. അതേപോലെ റെഡ് വന്നിടത്തെല്ലാം ബഡ്ജറ്റ് അവതരിപ്പിച്ച ദിവസം മാർക്കറ്റ് വാസ് നോട്ട് ഹാപ്പി. ഓക്കെ, ഫോളോഡ് ബൈ എന്താണ് സംഭവിച്ചെന്നുള്ളതാണ് സെക്കൻഡ് ഡേ ക്യാൻഡിൽ. അപ്പം സെക്കൻഡ് ഡേയിൽ ഇഫ് ഇറ്റ് ഈസ് മാർക്കറ്റ് ഓവർ റിയാക്ട് ചെയ്തതാണെങ്കിൽ ഫസ്റ്റ് ഡേയിൽ ബഡ്ജറ്റ് കണ്ട് അതിനെ ഓവർ റിയാക്ട് ചെയ്യുന്നതാണെങ്കിൽ ദെൻ സെക്കൻഡ് ഡേയിൽ അത് ഗ്രീൻ തന്നെയായിട്ട് വരും. അല്ലാതെ ഓവർ റിയാക്ട് ചെയ്യാത്തത് ശരിക്കും അതൊരു അപ്സെറ്റ് ആക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നെങ്കിൽ ദെൻ ഫോളോഡ് ബൈ ദ പ്രീവിയസ് ഡേ അത് റെഡായിട്ട് വന്നത് ഒരേ ഒരു വർഷമേ ഉള്ളൂ, അത് 2016. അപ്പം നമ്മൾ ഇന്നലെ ശ്രദ്ധിക്കുവാണെങ്കിലും മാർക്കറ്റ് ഇന്നലെ ആക്ച്വലി ഓവർ റിയാക്റ്റഡ് ആണ്. മാർക്കറ്റിൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്യാത്തതുകൊണ്ട് മാർക്കറ്റ് ഓവർ റിയാക്ട് ചെയ്തു. അതുകൊണ്ടാണ് 2%ഓളം ഫോൾ ആയത്. ബട്ട് ഇന്ന് മാർക്കറ്റ് മനസ്സിലായി ദിസ് ഈസ് എ ഗുഡ് ബഡ്ജറ്റ്, ഗവൺമെൻറ് ഈസ് ഫോക്കസിങ് ഓൺ ലോങ് ടേം പ്ലാൻ. അപ്പം അതനുസരിച്ച് മാർക്കറ്റ് ഇന്ന് റിയാക്ട് ചെയ്തു. ഇന്നലത്തെ ഫോളിൽ നിന്ന് മോർ ദാൻ 1% റിക്കവർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ഐ എം 100% ഷുവറാണ് മാർക്കറ്റ് നല്ലൊരു റാലി ഇവിടുന്ന് നടക്കും. സോ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് അല്ലെങ്കിൽ ആഫ്റ്റർ 1 മന്ത് നമ്മൾ വിൽ കം ബാക്ക് ടു ദിസ് ചാർട്ട് അഗെയിൻ ആൻഡ് സീ എന്താണ് മാർക്കറ്റ് ആഫ്റ്റർ റാലി എന്താണ് മാർക്കറ്റ് നമുക്ക് തന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒരു സ്റ്റഡിയോട് നടത്താം. ഓക്കെ, എനിവേ നമ്മൾ 2020 ചാർട്ട് പാറ്റേൺ നോക്കുമ്പോൾ നിങ്ങൾ പഴയ ഇന്നലത്തെ വീഡിയോ പോയി കാണണം. എന്നിട്ട് അതിൽ എങ്ങനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തേക്കുന്നതിനെക്കുറിച്ച് നോക്കണം. അപ്പം പ്രത്യേകിച്ച് 2020 നമ്മൾ ഡിസ്കസ് ചെയ്ത സമയമൊന്ന് നോക്കണം. 2020 കൊറോണ വൈറസ് വന്നത്. ആ സമയത്ത് മാർക്കറ്റ് ഒന്ന് ക്രാഷായി ബിക്കോസ് ഓഫ് ദ കൊറോണ വൈറസ്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് നല്ലതായിട്ട് റിക്കവർ ചെയ്തു. അപ്പം ആ സമയത്ത് വന്ന ആ സെയിം റെഡ് ക്യാൻഡിലാണ് ഇന്നലെ വീണ്ടും വന്നിരിക്കുന്നത്. ഓക്കെ, ഒരു ഓൾമോസ്റ്റ് സിമിലർ റെഡ് ക്യാൻഡിൽ പാറ്റേൺ ആണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫോളോഡ് ബൈ നെക്സ്റ്റ് ഡേ ഗ്രീൻ ആയിരുന്നു. മാർക്കറ്റ് അവിടുന്ന് റാലി നടത്തി. പക്ഷേ ബിക്കോസ് ഓഫ് കൊറോണ വൈറസ് മാർക്കറ്റ് ഒന്ന് ക്രാഷായി. അത് കഴിഞ്ഞ് വീണ്ടും റിക്കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് 16% മാർക്കറ്റ് കസ്റ്റമേഴ്സിന്
പ്രോഫിറ്റ് കൊടുത്തു. ഓക്കെ, അപ്പം കൊറോണ വൈറസ് വന്നില്ലായിരുന്നെങ്കിൽ അത് ഇറ്റ് കുഡ് ബി എ 25% 26, 30 അങ്ങനെയൊക്കെ പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പം അതേപോലൊരു പാറ്റേണാണ് ഇന്നും വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ വീണ്ടും നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടിലേക്ക് വന്നു. ഓക്കെ, ഇന്നലത്തെ ഒരു മേജർ സപ്പോർട്ട് ലെവലായിരുന്നു 25,000. അത് ഇന്നലത്തെ മാർക്കറ്റ് ഓവർ റിയാക്റ്റ് കാരണം അതിനെ ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് ക്ലോസ് ചെയ്തു. ഇന്ന് ഈ 25,000 നിഫ്റ്റിയുടെ റെസിസ്റ്റൻ്റായിട്ടാണ് ബിഹേവ് ചെയ്തത്. പക്ഷേ നിഫ്റ്റി ആ 25,000 ബ്രേക്ക് ചെയ്തു അതിന് മേളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. നാളത്തെ ഒരു റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് 25,152. ആ 25,000 ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ദെൻ നെക്സ്റ്റ് വരുന്ന ഇമ്മീഡിയറ്റ് അടുത്ത സെക്കൻഡ് റെസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് 25,435. നമ്മൾ NSEയുടെ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ പരിശോധിക്കുമ്പം 1,312 കമ്പനി ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തപ്പം 1,597 കമ്പനി റെഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. മോർ ദാൻ 50% കമ്പനികളും റെഡിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. റിക്കവറി കംപ്ലീറ്റ്ലി നടന്നിട്ടില്ല. സോ ഇനിയും വരുന്ന ദിവസങ്ങളിൽ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് ഒക്കെ ആയിരിക്കും കൂടുതൽ റാലി ചെയ്യാൻ പോകുന്നത്. ഇന്ന് 1,597 കമ്പനീസ് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സെക്ടേഴ്സ് പരിശോധിക്കുമ്പോൾ ടോപ്പ് 3 സെക്ടേഴ്സ് ഇന്ന് പവർ, അഗ്രി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, അത് മൂന്നുമാണ് ഇന്ന് ടോപ്പ് 3 പെർഫോമേഴ്സ്. പിന്നെ ഏവിയേഷൻ ഉണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ്, ട്രേഡിംഗ്, കൺസ്ട്രക്ഷൻ, കെമിക്കൽസ്. ഹലോ ഫ്രണ്ട്സ്, ഒരു ഡിസ്ക്ലെയിമറായിട്ട് പറഞ്ഞോട്ടെ, ഞാൻ സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് ഒന്നുമല്ല, ഒരു സാധാ ഇൻവെസ്റ്ററാണ്. ഓൾമോസ്റ്റ് 30 years ബാങ്കിങ് എക്സ്പീരിയൻസിൽ റിട്ടയർ ആയ ഒരു വ്യക്തിയാണ്. 30 years ഇൻ്റർനാഷണൽ ബാങ്കിൽ നല്ലൊരു പോസ്റ്റിൽ ജോലി ചെയ്ത് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്ത് ഫുൾ ടൈം ഇൻവെസ്റ്റ്മെൻറ്റിലിപ്പോൾ ഇൻവോൾവ് ആയിരിക്കുന്നു. ഐ എം നോട്ട് ഡൂയിങ് എനി കൈൻഡ് ഓഫ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ, ഓക്കെ, അധികം ഷെയർ ഒന്നും വേണ്ട, ഒരു 10 to 15 നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു 10 to 15 സ്റ്റോക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ എവറി ക്വാർട്ടർലി ജസ്റ്റ് റിവ്യൂ യുവർ സ്റ്റോക്ക് എന്നിട്ട് സീ ഹൗ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഗ്രോയിങ്. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ. I can help you out. Okay, I am generating a good income monthly from the stock market. Okay, thank you and God bless you all.